ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മഹേഷ് നേരെ വന്നിട്ട് മേഘയുടെ കവിളത്തിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇത്രയും നാണമില്ലാത്തവളാണോ നീ? ചന്ദ്രികയും മലറിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ടൈം ബോംബ് സെറ്റ് ചെയ്തിരിക്കുന്നോ? അത് പറഞ്ഞിട്ട് അവൻ തല്ലിയ സമയത്ത് മേഘ വല്ലാതെ ഷോക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ മനോഹരനും മുത്തശ്ശിയും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇത് ഇവക്ക് കിട്ടേണ്ടത് തന്നെ. ഇപ്പം തന്നെ ഞാൻ മഹേന്ദ്ര സാറിൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഈ കാര്യം പറയും. മഹേഷ് ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞപ്പോൾ മേഘ കൂളായിട്ട് പറയാണ്, പോയി പറ. നീയാണ് ടൈം ബോംബ് വെക്കാനുള്ള ഐഡിയ പറഞ്ഞു തന്നതെന്ന് ഞാനും പറയും. അത് കേട്ടപ്പോൾ മഹേഷ് വല്ലാതെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ മനോഹരനും മുത്തശ്ശിയും. എന്തൊക്കെയാണ് മേഘ പറയുന്നതെന്ന് ഇവരൊക്കെ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത്. ഇപ്പോഴാണ് നീ നല്ലവനാണെന്ന് കരുതി സിദ്ധു നിനക്ക് ഓട്ടോയൊക്കെ വാങ്ങിത്തന്നത്. പക്ഷെ നീയാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സിദ്ധാർത്ഥ് തന്നെ നിന്നെ ജയിലിലേക്ക് പറഞ്ഞു വിടും. മനസ്സിലായോ? മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മഹേഷിന് മറുത്തൊന്നും പറയാൻ സാധിച്ചില്ല. കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പോൾ മനോഹരനും മുത്തശ്ശിയും പരസ്പരം നോക്കുകയാണ്. കാരണം മേഘയുടെ ബുദ്ധി പോകുന്ന ആ ഒരു രീതി കണ്ടപ്പോൾ മഹേഷും മേഘയുടെ ആ ഒരു ബുദ്ധിക്ക് മുന്നിൽ നാവടഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല, മഹേഷിൻ്റെ കൂടെ വന്ന ആളും പറയുന്നുണ്ട്, എടാ പോലീസിൽ പറയല്ലേടാ, എന്നെ കൂടി ജയിലിലേക്കാക്കും. കൂട്ടുകാരനും കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മഹേഷിനൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ പകരം മേഘയോട് പറയുന്നുണ്ട്, മേഘ, ഇനി ഒരു തവണ കൂടി ഇതുപോലെ നീ ഒന്ന് ചിന്തിച്ചാ നിന്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. പക്ഷേ മേഘ പരിഹാസത്തോടെ പറയാണ്, മഹേഷ്, നീ എന്താ വലിയ യോഗ്യതയുള്ളയാളെ പോലെ സംസാരിക്കുന്നത്? നിന്റെ യോഗ്യത എനിക്കറിയില്ലേ? മഹേഷ് ഒന്നും പറയാതെ മേഘയെ നോക്കുന്ന സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, നീ ചന്ദ്രികയെ രക്ഷിക്കണമെന്ന് വിചാരിച്ചത് പോലും അവളെ നിനക്ക് സ്വന്തമാക്കാൻ വേണ്ടിയല്ലേ വീണ്ടും? അപ്പം ഇതായിരുന്നു മഹേഷിൻ്റെ ഉള്ളിലിരിപ്പ് അല്ലേ എന്നൊരർത്ഥത്തിലാണ് മനോഹരനും അതുപോലെ മുത്തശ്ശിയും നിൽക്കുന്നത്. കാരണം മഹേഷാണെങ്കിൽ മേഘ പറഞ്ഞതിനെ തിരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അവളുടെ സ്വത്തും പണവും ഒക്കെ നിന്റെ പേരിലേക്ക് കൂടെ വരും എന്ന് കരുതിയിട്ടല്ലേ നീ ഇപ്പോൾ വീണ്ടും അവൾക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ മനസ്സിൽ തൊട്ടിട്ട് പറ, ചന്ദ്രികയെ സിദ്ധു കല്യാണം കഴിക്കുന്നതിന് നിനക്ക് സമ്മതമാണോ? മഹേഷ് മറുത്തൊന്നും പറയാതെ നിൽക്കുവാണ്. കാരണം അതുതന്നെയാണ് മഹേഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നല്ലോ എന്നൊരർത്ഥത്തിലാണ് മുത്തശ്ശിയും മനോഹരനും നിൽക്കുന്നത്. അല്ലാതെ ഇത്രയും കാലം ചന്ദ്രികയോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു തെറ്റിനുള്ള പരിഹാരമായിട്ടൊന്നുമല്ല മഹേഷ് അവളെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും ചന്ദ്രികയും സിദ്ധാർത്ഥിനെയും തമ്മിൽ വേർപിരിക്കണമെന്ന് തന്നെയല്ലേ ഇപ്പോഴും നിന്റെ മനസ്സും ആഗ്രഹിക്കുന്നത്? അല്ലാതെ നീ ചന്ദ്രികയെ രക്ഷിക്കാൻ വന്നത് വലിയ മനസ്സുകൊണ്ടൊന്നുമല്ല. അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ അവളുടെ സ്വത്തുക്കൾ നിനക്ക് കൂടി അനുഭവിക്കാൻ കഴിയൂ. ഒരു വാക്കുപോലും മഹേഷ് മറുത്തു പറയുന്നുണ്ടായിരുന്നില്ല. എന്താ, സംസാരിക്കാൻ സാധിക്കുന്നില്ലേ? നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഞാൻ അതേപോലെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനിയും കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവൻ മേഘ വിളിച്ചു പറയുന്നു കരുതിയത് കൊണ്ടാവാം മഹേഷ് കൂട്ടുകാരനോട് പറയുന്നുണ്ട്, ഭാസ്കർ, വാടാ പോവാം. എന്നിട്ട് മേഘയെ നോക്കിക്കൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് മഹേഷ് അവിടെ നിന്നും വേഗം തന്നെ പോവുകയാണ്. വിജയിച്ചൊരു ഭാവത്തിൽ മേഘ പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. മനോഹരനും പറയുന്നുണ്ട്, ബോംബ് ഭാസ്കർ, വേഗം പോ. അതിനുശേഷം അവർ രണ്ടുപേരും പോയപ്പോൾ മനോഹരൻ മേഘയോട് ചോദിക്കുകയാണ്, അല്ല മേഘ, ഈ ബോംബ് വെച്ച് കുടുംബത്തെ നശിപ്പിക്കുന്നതൊക്കെ വലിയ വലിയ സിനിമകളിൽ വലിയ വലിയ വില്ലന്മാരൊക്കെ ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. അത്രയും വലിയ കാര്യമൊക്കെ നീ എങ്ങനെയാണ് മോളെ ചെയ്യുന്നത്? മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നേരെ മേഘയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പൊതിരെ തല്ലുവാണ്. എടി ദുഷ്ടേ! അവളെ എത്ര തല്ലിയിട്ടും മുത്തശ്ശിക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് കലിയുണ്ടായിരുന്നു മേഘയോട്. മേഘയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ തല്ലുകൊണ്ട് നിൽക്കുകയാണ്. എടി ദുഷ്ടേ, നീയൊക്കെ ഒരു മനുഷ്യനാണോടി? എടി രാക്ഷസി! മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെ താഴത്തും തലയിലും വെക്കാതെ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയതല്ലേടി? കരഞ്ഞുകൊണ്ടാണ് മുത്തശ്ശി ചോദിക്കുന്നത്. അങ്ങനെയുള്ള അവരുടെ കുടുംബത്തെ നശിപ്പിക്കാൻ നിനക്ക് എങ്ങനെയാ മേഘ മനസ്സ് വന്നത്? ഇങ്ങനെ ഒരു വൃത്തികെട്ട ചിന്ത നിന്റെ മനസ്സിലുള്ള കാലത്തോളം നീ ഒരിക്കലും നന്നാവില്ല. മുത്തശ്ശി ശപിക്കുന്നത് പോലെ പറഞ്ഞു കേട്ടപ്പോൾ മേഘ തിരിഞ്ഞു നോക്കുകയാണ് അവരെ. മുത്തശ്ശിയുടെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് അവർ പറയാണ്, അയ്യോ, എൻ്റെ മകൾ ഇതുപോലൊരു പിശാചിനെയാണല്ലോ ജന്മം നൽകിയത് എന്ന് ഓർക്കുമ്പോൾ എൻ്റെ വയറൊക്കെ എരിയുന്നടി. മേഘ മുത്തശ്ശിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ നല്ലതല്ലാതായി പോവാൻ കാരണം അവരാണ്. ഇത്തവണ അവർ രക്ഷപ്പെട്ടു. മനോഹരൻ അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം ഇനി ഒരു തവണ കൂടി ശ്രമിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മേഘ പറയുന്നുണ്ട്, എന്നായാലും എൻ്റെ കൈകൊണ്ടാണ് അവരുടെ അന്ത്യം.
ഇത്രയധികം സംസാരിച്ചിട്ടും യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ മേഘ തിരിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശി അന്താളിച്ച് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. മനോഹരനും അതിശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. എടി ദുഷ്ടേ. പക്ഷെ മേഘ കൂടുതലൊന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. മേഘ പോയ ഉടനെ മനോഹരൻ ചേച്ചിയോട് പറയാണ്, ചേച്ചി ഇവളെന്താ ചേച്ചി ഇങ്ങനെ ആയത്? എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു ചേച്ചി. ചേച്ചി ഞാൻ നേരത്തെ തിരക്ക് പിടിച്ച് അത് പൊട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ചിഹ്നം ചിതറുമായിരുന്നു ചേച്ചി. അത് ഓർത്തപ്പോൾ തന്നെ മുത്തശ്ശി മനോഹരനെ തല്ലാൻ കയ്യോങ്ങുവാണ്. നീ ബൗളിങ് ചെയ്യായിരുന്നു, ബൗളിങ്. അതങ്ങ് ഉടഞ്ഞു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാനും ചിന്നി ചിതറുമായിരുന്നടാ. മനോഹരൻ അത് ഓർക്കും തോറും പേടിയായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചേച്ചി മേഘയ്ക്ക് സത്യമായിട്ടും ഭ്രാന്തായിന്ന് തോന്നുന്നു ചേച്ചി. അവൾക്ക് ഭ്രാന്തായതല്ലടാ, അവൾക്ക് പ്രേതബാധ കയറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാധ കയറിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അവളെയും കൂട്ടിയിട്ട് കുലദൈവം ക്ഷേത്രത്തിൽ പോയി നമ്മൾ സ്വാമിയോട് സംസാരിച്ചിട്ട് ഇവളുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ ഒഴിപ്പിക്കണടാ. ചേച്ചി പറഞ്ഞത് ശരിയാണെന്ന് മനോഹരന് തോന്നുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും മേഘയുടെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അതേസമയം ചന്ദ്രികയുടെ വീട്ടിലാണെങ്കിൽ അവസാന ഘട്ടത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാസുദേവൻ മാറി നിൽക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രിക വിളിക്കുന്നുണ്ടായിരുന്നു, മാമ നിങ്ങൾ എന്താ അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത്? പക്ഷേ വാസുദേവൻ അവരുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കുകയാണ്. വന്ന് ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കും മാമ, ചന്ദ്രിക വിളിച്ചു പറയുന്നുണ്ടെങ്കിലും വാസുദേവൻ പേടിയോടെ ഭയന്ന് മാറി നിൽക്കുകയാണ്. കാരണം അയാൾ അവർക്കൊപ്പം നിൽക്കുന്നത് ജാനകിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചന്ദ്രിക വിളിച്ചത് കേട്ടപ്പോൾ സിദ്ധുവും വിളിക്കുന്നുണ്ട്, അച്ഛാ വാ അച്ഛാ. പക്ഷേ വാസു വീണ്ടും പേടിയോടുകൂടി ജാനകിയെ നോക്കുവാണ്. അത് മനസ്സിലായിട്ടെന്നോണം ചന്ദ്രിക പറയുന്നുണ്ട്, അമ്മായി വാസുമാമൻ നമ്മുടെ കൂടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ ജാനകി ചന്ദ്രികയോട് പറയാണ്, നിൻ്റെ ഇഷ്ടം പോലെ ചന്ദ്രിക. അത് കേട്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. മാത്രമല്ല അവൾ വാസുദേവനോട് പറയുന്നുണ്ട്, അമ്മായി സമ്മതിച്ചല്ലോ, വാ ഇനി ഞങ്ങളുടെ കൂടെ നിൽക്ക്. ജാനകി സമ്മതിച്ചതുകൊണ്ട് തന്നെ സിദ്ധുവും ആരതിയൊക്കെ വിളിക്കുകയാണ്, വാ അച്ഛാ വാ അച്ഛാ. അവസാനം വാസുവും അവർക്കൊപ്പം ഫോട്ടോയിൽ നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ജാനകിയുടെ തൊട്ട് പിന്നിലായിട്ട് തന്നെയാണ് വാസു നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ സഞ്ജയ് ചന്ദ്രികയോടും സിദ്ധാർത്ഥനോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ സിദ്ധുവിൻ്റെ കൂട്ടുകാരനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനും അതുപോലെ സിദ്ധുവിനോട് യാത്ര പറയുകയാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം എന്നൊക്കെ സിദ്ധു പറയുന്നുണ്ട്, അവിടെ എത്തിയിട്ട് വിളിക്കണം എന്നൊക്കെ പറയാണ്. ശരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പെട്ടെന്നാണ് ചന്ദ്രിക ചിന്തിക്കുന്നത്, മലർ തൻ്റെ കൂടെ ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൾ മലർ മലർ എന്ന് വിളിക്കുന്ന സമയത്താണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത്. മലർ കൂടെ ഇല്ലല്ലോ എന്ന്. മലർ എവിടെ പോയി? അത് തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് സിദ്ധു പറയുകയാണ്. പക്ഷേ അവിടെയൊന്നും മലറിനെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് മലറിനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ എല്ലാവരും എല്ലാ ഭാഗത്ത് പോയിട്ടും എവിടെയും മലറിനെ കാണുന്നില്ലായിരുന്നു. അവസാനം എല്ലാവർക്കും പേടിയാവുകയാണ്. അതേസമയം ചന്ദ്രിക ടെറസിലെത്തിയപ്പോൾ മലർ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കരയാണ്. ചന്ദ്രികയാണ് ആദ്യം കാണുന്നത് മലർ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നത്. ചന്ദ്രിക ഓടി മലറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ സമയത്തൊക്കെ മലർ പൊട്ടി പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ചന്ദ്രിക ഓടി മലറിൻ്റെ അടുത്ത് മുട്ടുകുത്തി ഇരുന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഏയ് മലർ, എന്താ മോളെ, നീ എന്താ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയുന്നത്? അമ്മ എന്നോടിപ്പോൾ സംസാരിക്കുന്നേ ഇല്ലല്ലോ. അത് പറഞ്ഞ് മലർ കരഞ്ഞപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുവാണ്. അപ്പോൾ അവൾ മലറിൻ്റെ കണ്ണൊക്കെ തുടച്ചുകൊണ്ട് പറയുന്നുണ്ട്, സോറിടാ, ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് വന്നത് കാരണം അമ്മയ്ക്ക് മോളോട് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കും മോളെ എന്ന് പറഞ്ഞ് ചന്ദ്രികയുടെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. മലർ മറുത്തൊന്നും പറയുന്നില്ല. ഇനി എപ്പോഴും മോളുടെ കൂടെ തന്നെ അമ്മ കാണും എന്നൊക്കെ പറഞ്ഞ് മലറിനെ സമാധാനിപ്പിക്കുകയാണ്. മലർ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അവളെ ചേർത്ത് പിടിച്ച് രണ്ട് കവിളിലും മാറി മാറി ഉമ്മ വെക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മോള് കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിക അവളെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് കിടത്തുകയാണ്. ആ സമയത്ത് ചന്ദ്രിക ചിന്തിക്കുന്നുണ്ടായിരുന്നു, താൻ ചെയ്തു പോയതിൽ എന്തൊക്കെയോ തെറ്റുകളുണ്ടോ, അത് മലറിനെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ. മലറിനെ ആശ്വസിപ്പിച്ചതിന് ശേഷം ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ശരി നമുക്ക് താഴെ പോവാം. അങ്ങനെ മലറിൻ്റെ സമ്മതത്തോടെ അവളെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് വരികയാണ്. അതേസമയം സിദ്ധാർത്ഥനും ആരതിക്കും ഒന്നും മലറിനെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കാരണം അവരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് മലറിനെ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് ചന്ദ്രിക കൂട്ടിക്കൊണ്ട് വരുന്നത്. മലർക്കുട്ടി, മോൾ എവിടെ പോയതായിരുന്നു? എല്ലാവരും ഇവിടെയുള്ളപ്പോൾ മോൾ മാത്രം എവിടെയാണ് പോയത്? മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ചന്ദ്രികയും മലരും മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്, മലർ മോൾ എവിടെ പോയതാ? എവിടെയാണ് മോൾ ഉണ്ടായിരുന്നത് പറ. അപ്പോഴേക്കും സിദ്ധു ഓടിക്കതച്ച് വന്നിട്ടുണ്ടായിരുന്നു. മലർ മോൾ എവിടെയായിരുന്നു, എവിടെയാണ് പോയത് എന്നൊക്കെ ചോദിച്ച് വെപ്രാളത്തോട് ചോദിക്കുകയാണ്. എല്ലാവർക്കുമായിട്ടുള്ള മറുപടി ചന്ദ്രികയാണ് പറയുന്നത്. നമ്മൾ ആരും ഇന്ന് മലറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തനിയെ നിന്ന് കരയുമായിരുന്നു. അത് കേട്ടപ്പോൾ മഹേന്ദ്രനൊക്കെ വല്ലാത്ത കുറ്റബോധം തോന്നുവാണ്. എന്നിട്ട് ചന്ദ്രിക മലറിൻ്റെ നെറ്റിയിൽ ഉമ്മ വെക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്,
ഇത്ര നേരം നമ്മളെടുത്ത ഫാമിലി ഫോട്ടോയിൽ മലരുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി എല്ലാവർക്കും ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് അവരുടെ രണ്ടുപേരുടെ ഇടയിലായിട്ട് മലറിനെ നിർത്തുവാണ്. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെ ഇടയിലായിട്ട് അവരുടെ മകളായിട്ടാണ് മലർ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ സിദ്ധു പറയാണ്. മുത്തശ്ശനും പറയുന്നുണ്ട് ഫോട്ടോ നല്ല വ്യക്തമായിട്ടുണ്ടാവണം എന്നൊക്കെ. ആ സമയത്ത് മലർ മെല്ലെ സിദ്ധുവിൻ്റെ കയ്യിൽ നിന്നും മാറിയിട്ട് ലക്ഷ്മിയുടെയും ചന്ദ്രികയുടെയും ഇടയിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അത് സിദ്ധാർത്ഥിനും ചന്ദ്രികയ്ക്കും മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു. മലരാണെങ്കിൽ സിദ്ധുവിനോട് കൂടുതൽ അടുക്കാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് സിദ്ധാർത്ഥിനെയും ചന്ദ്രികയും വല്ലാതെ വേദനിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് സിദ്ധുവിനെ. കാരണം മലരും സിദ്ധുവും നല്ല കൂട്ടായിരുന്നു. ഇപ്പോൾ സിദ്ധുവായിട്ട് അവൾ തീരെ കമ്പനിയല്ല. അതുമാത്രമല്ല, ലക്ഷ്മിയുടെയും ചന്ദ്രികയുടെയും ഇടയിൽ നിന്നിട്ടാണ് മലറിൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തത്. അതിനുശേഷം രണ്ടാമതായിട്ട് ചന്ദ്രിക മലറിനെ ഒക്കത്തെടുത്തുകൊണ്ടാണ് രണ്ടാമത്തെ ഫോട്ടോ എടുക്കുന്നത്. എന്നിട്ട് അവളുടെ കവിളിലൊരു ഉമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ആരതി മുറ്റത്ത് കോലം വരെയാണ്. അത് നോക്കിക്കൊണ്ട് ജാനകിയാണെങ്കിൽ ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. ജാനകിക്ക് മകൾ കോലം വരയ്ക്കുന്ന കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ശരിക്കും ഒരു കുടുംബിനി ആയതുപോലെയാണ് ആരതി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരതിയോട് അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആരതി, നീ വരയ്ക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ആരതി പറയാണ്, ഇതെനിക്ക് ചന്ദ്രിക പഠിപ്പിച്ചു തന്നതാണെന്ന്. ആരതി കോലം വരയ്ക്കുന്ന ഭംഗി നോക്കി ആസ്വദിച്ചിരിക്കുകയാണ് ജാനകി. അപ്പോഴാണ് മേഘ അങ്ങോട്ടേക്ക് വരുന്നത്. മേഘ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണ്. ജാനകിയാണെങ്കിൽ മകൾ കോലം വരയ്ക്കുന്നതിൻ്റെ ഭംഗി ആസ്വദിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ, സിദ്ധുവിനും ചന്ദ്രികയ്ക്കും നല്ല രീതിയിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണോ നിങ്ങൾ രണ്ടുപേരും? നിങ്ങളെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. അപ്പോഴേക്കും മേഘയുടെ ഫോൺ റിങ് ചെയ്യാണ്. എടുത്തു നോക്കിയപ്പോൾ മേഘ കൂടോത്രം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്വാമിയാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേഘ കോൾ അറ്റൻഡ് ചെയ്യാണ്. പറയൂ സ്വാമി. അപ്പോൾ അങ്ങേ തലക്കൽ നിന്നും പറയുന്നുണ്ട്, നീ പറഞ്ഞ പ്രകാരം പൂജ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 50,000 രൂപ നീ തയ്യാറാക്കി വെച്ചോ. ഞാൻ പറയുമ്പോൾ നീ പണവുമായിട്ട് വാ. അതിനുശേഷം മേഘ അയാൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാണ്. അവസാനമായിട്ട് പറയുന്നുണ്ട്, ശരി സ്വാമി, ഞാൻ 50,000 രൂപ എങ്ങനെയെങ്കിലും റെഡിയാക്കിയതിന് ശേഷം നിങ്ങളെ നേരിട്ട് വന്ന് കാണാം. ശരി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കോൾ കട്ട് ചെയ്യുന്നത്. ജാനകിയും ആരതിയും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുന്തോറും മേഘയുടെ ദേഷ്യവും വെറുപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ വെച്ച ടൈം ബോംബിൽ വേണമെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ട് കാണും. എന്നാ ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് നേരെ വെക്കുന്ന കൂടോത്രത്തിൽ നിന്നും നിങ്ങൾക്കാർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ്റെ വീടിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ജാനകിയും ആരതിയും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ കുശലാന്വേഷണ രീതിയിലാണ് മേഘ സംസാരിക്കുന്നത്. എന്താ അമ്മായി? അത് മേഘയെ കണ്ടപ്പോൾ തന്നെ ജാനകിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരതിക്കും. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. നീ വന്ന കാര്യം എന്താ അത് പറ. ജാനകി കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ മേഘ കൂളായിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ആട്ടവും പാട്ടവും ഒക്കെയായി സന്തോഷത്തോടെ എൻഗേജ്മെൻറ്റ് നടത്തിയല്ലോ. കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പക്ഷേ ഞാൻ അത്ര സന്തോഷത്തിലല്ല അമ്മായി. എനിക്ക് ജോലിയുമില്ല, ശരിയായിട്ടുള്ളൊരു വരുമാനവും ഇല്ല. അന്നന്നത്തെ കാര്യത്തിന് പോലും വല്ലാതെ കഷ്ടപ്പെടുവാണ്. ജാനകിയും ആരതിയും പക്ഷെ അതൊന്നും കൂടുതൽ വകവെക്കുന്നില്ല, കേൾക്കാത്ത ഭാവത്തിലിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ കുടുംബക്കാരെല്ലാം ഒന്നായില്ലേ? അപ്പോഴാണ് മേഘ വന്ന കാര്യം പറയുന്നത്. ഞാൻ ആരതിക്ക് വേണ്ടി വാങ്ങിക്കൊടുത്ത എല്ലാ ആഭരണങ്ങളും എനിക്ക് തിരിച്ചു തരൂ. അത് കേട്ട സമയത്ത് ജാനകിയും ആരതിയും ഒരുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. ആരതി കോലം വരയ്ക്കുന്നതൊക്കെ മാറ്റിയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ജാനകിയും മേഘയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മേഘ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താ അമ്മായി, എന്തോ അതിശയമുള്ള കാര്യം പറഞ്ഞതുപോലെ ഇങ്ങനെ നോക്കുന്നത്? ജാനകി മറുത്തൊന്നും പറയാത്ത അവസരം നോക്കി മേഘ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനുമായിട്ട് അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനാണല്ലോ ആരതിക്ക് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. മേഘ എന്താണ് പറയാൻ വരുന്നത് എന്നൊരു പേടിയിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. അപ്പം മേഘ പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒന്നായല്ലോ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടനോട് എന്ത് വേണമെങ്കിലും ചോദിച്ചു വാങ്ങിക്കാലോ. അതുകൊണ്ട് ഞാൻ ആരതിക്ക് വാങ്ങിക്കൊടുത്ത എല്ലാ ആഭരണങ്ങളും എനിക്ക് തിരിച്ചു തരൂ. ആരതി നല്ല ദേഷ്യത്തോടെയാണ് മേഘയോട് സംസാരിക്കുന്നത്, കൈ ചൂണ്ടിക്കൊണ്ട്. ഇങ്ങോട്ട് നോക്ക് മേഘ, നീ എനിക്ക് തന്ന ആഭരണങ്ങളൊക്കെ എൻ്റെ അമ്മാവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നാണ്. ആഹാ, കൊള്ളാലോ. എന്നിട്ട് ആഭരണങ്ങൾ വാങ്ങിത്തന്നത് ഒരു പക്ഷെ നീ ആയിരിക്കാം, പക്ഷേ പണം എൻ്റെ അമ്മാവൻ്റെതാണ്. അത് കേട്ടതും മേഘ പരിഹാസത്തോടെ ചിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് നാണം തോന്നുന്നില്ലേ? ആരതിയെ മാക്സിമം പ്രവോക്ക് ചെയ്യാന്നുള്ളതായിരുന്നു മേഘയുടെ ലക്ഷ്യം.
ഇങ്ങനെ പറയുന്നതിലും നല്ലത് നിനക്കും നിൻ്റെ അമ്മയ്ക്കും ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് പിച്ച എടുത്തൂടെ ആരതി? അത്രയേറെ അവർ രണ്ടുപേരെയും പരിഹാസത്തോടെയാണ് മേഘ പറയുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ആരതിയും ജാനകിയും ആകെ ദേഷ്യത്തിലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജാനകി അവളോട് പറയുന്നുണ്ട്, മേഘ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കേ. അപ്പോൾ മേഘ പറയാണ്, നിങ്ങളാണ് എന്നെ ഇങ്ങനെ സംസാരിപ്പിച്ചത്. ഞാൻ ചോദിച്ച ഉടനെ തന്നെ ഞാൻ വാങ്ങിത്തന്ന ആഭരണങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചെനിക്ക് കൊണ്ടുവന്ന് തന്നിരുന്നെങ്കിൽ അത് മര്യാദയായിരുന്നു. ഞാൻ വാങ്ങിത്തന്ന ആഭരണങ്ങളും വെച്ചിട്ട് ഇതുപോലെ തിരിച്ച് മറുപടി പറയാൻ നിന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള മറുപടിയെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. രണ്ടുപേരെയും മേഘ മാക്സിമം അപമാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല അവൾ പറയുന്നുണ്ട്, ചോറിൽ ഉപ്പിട്ട് തിന്നുന്ന ആരും എൻ്റെ ആഭരണങ്ങൾ വാങ്ങിവെച്ച് ഇതുപോലെ സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ആരതി പറയുന്നുണ്ട്, ഏയ് മേഘ, ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചോ. ഇപ്പം തന്നെ നീ എനിക്ക് വാങ്ങി തന്ന സർവ്വ ആഭരണങ്ങളും നിൻ്റെ മുഖത്തിന് നേരെ ഞാൻ വലിച്ചെറിയുന്നതാണ്, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞതും ആരതി അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നിൽ നിന്നും ജാനകി ഒരുപാട് വിളിക്കുന്നുണ്ട്, തിരക്ക് പിടിച്ച് തീരുമാനങ്ങൾ എടുക്കലേ ആരതി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആരതി അതൊന്നും വകവെക്കാതെ അവളെ പരിഹസിച്ചതിനുള്ള ആ ഒരു തിരിച്ചടിയായിട്ട് പെട്ടെന്ന് തന്നെ മുറിയിൽ പോയിട്ട് ആഭരണങ്ങളൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് ഓരോ ബോക്സും തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു മേഘ കൊടുത്ത ആഭരണങ്ങളൊക്കെ അതിലില്ലേന്ന്. അതെടുത്ത് വന്നിട്ട് നേരെ മേഘയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ആരതി പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ ജാനകി വല്ലാതെ ഒന്ന് പതറിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.